വിക്കി ഗോൾഡ് എന്ന് പച്ചയ്ക്ക് പേരിട്ടുകൊണ്ട് ഇദ്ദേഹം ഒരു സിനിമ എടുത്തുകൊണ്ട് വരുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ഡ്രഗ്സ് യൂസേജിനെ, കഞ്ചാവ് ഉപയോഗത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് എന്ന്, അല്ലെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് യുവാക്കളുടെ ഇടയിൽ അവതരിപ്പിക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? പോട്ടെ, അദ്ദേഹത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി. ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരെന്താണ്? OPM എന്നാണ്. അപ്പൊ ഇത് ആർക്കുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്? അപ്പോൾ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും താനിടുന്ന പേരുകളിലും എല്ലാത്തിലും ഉൾപ്പെടെ കൃത്യമായിട്ട് ഡ്രഗ് യൂസേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആഷിഖ് അബു എന്ന്. എനിക്ക് പേര് പറയാൻ ഒരു മടിയും പേടിയില്ല കേട്ടോ. അദ്ദേഹത്തിന് വേണമെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കട്ടെ, ബാക്കി ഞാൻ വഴിക്ക് നോക്കിക്കോളാം. എനിക്ക് ഇതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ തന്നെ ഈ പറയുന്ന നിലപാടുകളും ഇവരുടെ ഇന്റേണൽ പൊളിറ്റിക്സുകൾ എന്താണ്, ഒളിച്ചു കടത്തലുകൾ, രേഖനങ്ങൾ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് തന്നെ നമുക്ക് കോടതിയിലേക്ക് പോകാം, കൊണ്ടുപോയി കേസ് കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഈ പറയുന്ന ഒരു കൊക്കൈൻ കമ്മിറ്റി, ഈ വേൾഡ് കൊക്കൈൻ കമ്മിറ്റി എന്ന് വിളിക്കേണ്ടെന്ന ഈ സാധനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെ കൊണ്ടുവരുന്നു, ഡ്രഗ്സിന് അടിമയാക്കുന്നു, അതിനുശേഷം ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു. സ്വാഭാവികമായിട്ട് ഡ്രഗ്സിന് അടിമയായി കഴിഞ്ഞ ആൾക്കാർ വേറൊരു പരാതിയായിട്ട് മുമ്പോട്ട് പോകത്തില്ല. ഇത് അന്വേഷിക്കണ്ടേ? ഇത് സർക്കാർ അല്ലാണ്ട് വേറെ ആരാണ് വന്ന് അന്വേഷിക്കുക? പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ഇനി വരണോ? ഇതാണ് വാർത്ത. അരമണിക്കൂറിന് മുകളില് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ്. കാരണം മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ആ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുഖ്യധാര മാധ്യമങ്ങളെ പോലും ഭീഷണിപ്പെടുത്തുവാനും തങ്ങൾക്കെതിരെ നൽകുന്ന വാർത്തകളെ പിൻവലിപ്പിക്കുവാനും വേണ്ടിയിട്ട് ശേഷിയുള്ള ഒരു പവർ ഗ്രൂപ്പാണ്. കാരണം ആ പവർ ഗ്രൂപ്പിന്റെ പുറകിലുള്ളത് വെറും സിനിമാക്കാര് മാത്രമല്ല. കാരണം അതിന്റെ പുറകിൽ കൃത്യമായിട്ടൊരു ലോബി ഉണ്ട്. ആ ലോബി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡ്രഗ്സ് അതിവ്യാപക. നമസ്കാരം. ഒടുവിൽ മലയാള സിനിമയിലെ യഥാർത്ഥ പവർ ഗ്രൂപ്പിനെ വെളിപ്പെടുത്തി BJP വക്താവ് യുവരാജ് ഗോകുൽ. ഒരു ചാനൽ ചർച്ചയിലാണ് ആരാണ് ഈ പവർ ഗ്രൂപ്പിന് പിന്നിലെന്ന് വ്യക്തമാക്കുന്നത്. വളരെ നിശിതമായി മലയാള സിനിമയെ മാത്രമല്ല മുഖ്യധാര മാധ്യമങ്ങളെ പോലും വിലയ്ക്ക് വാങ്ങുന്ന ഈ ഗ്രൂപ്പിന് പിന്നിൽ മയക്കുമരുന്ന് മാഫിയ ഉണ്ടെന്ന് കൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നു. ആഷിഖ് അബുവും റിമ കല്ലിങ്കലിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്യുന്നുണ്ട് യുവരാജ് ഗോകുൽ. 2010 മുമ്പും ശേഷവും എന്ന രീതിയിൽ തന്നെ മലയാള സിനിമയെ വിചിന്തനം ചെയ്യേണ്ട അവസ്ഥയുണ്ടെന്നും യുവരാജ് ഗോകുൽ വ്യക്തമാക്കുന്നു. ഡ്രഗ് മാഫിയയെ കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വളരെ ഗുരുതരമായ കാര്യങ്ങൾ തന്നെയാണ് യുവരാജ് ഗോകുൽ വെളിപ്പെടുത്തുന്നത്. എന്താണ് ഇപ്പോൾ സിനിമാ സെറ്റുകളിൽ കൂടുതൽ നടക്കുന്നതെന്നും ഈ പവർ ഗ്രൂപ്പ് എങ്ങനെയാണ് ഈ മേഖലയെ തകർക്കുന്നതെന്നും ഒക്കെ പറയുന്നു. ഈ വാക്കുകൾ കേട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. വിക്കി ഗോൾഡ് എന്ന് പച്ചയ്ക്ക് പേരിട്ടുകൊണ്ട് ഇദ്ദേഹം ഒരു സിനിമ എടുത്തുകൊണ്ട് വരുമ്പോൾ അത് നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന ഡ്രഗ്സ് യൂസേജിനെ, കഞ്ചാവ് ഉപയോഗത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് എന്ന്, അല്ലെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് യുവാക്കളുടെ ഇടയിൽ അവതരിപ്പിക്കുകയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? പോട്ടെ, അദ്ദേഹത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി. ആ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരെന്താണ്? OPM എന്നാണ്. അപ്പൊ ഇത് ആർക്കുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്? അപ്പോൾ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും താനിടുന്ന പേരുകളിലും എല്ലാത്തിലും ഉൾപ്പെടെ കൃത്യമായിട്ട് ഡ്രഗ് യൂസേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആഷിഖ് അബു എന്ന്. എനിക്ക് പേര് പറയാൻ ഒരു മടിയും പേടിയില്ല കേട്ടോ. അദ്ദേഹത്തിന് വേണമെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കട്ടെ, ബാക്കി ഞാൻ വഴിക്ക് നോക്കിക്കോളാം. എനിക്ക് ഇതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. അദ്ദേഹത്തിന്റെ തന്നെ ഈ പറയുന്ന നിലപാടുകളും ഇവരുടെ ഇന്റേണൽ പൊളിറ്റിക്സുകൾ എന്താണ്, ഒളിച്ചു കടത്തലുകൾ, രേഖനങ്ങൾ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് തന്നെ നമുക്ക് കോടതിയിലേക്ക് പോകാം, കൊണ്ടുപോയി കേസ് കൊടുക്കും, ഒരു കുഴപ്പമില്ല. ഈ പറയുന്ന ഒരു കൊക്കൈൻ കമ്മിറ്റി, ഈ വേൾഡ് കൊക്കൈൻ കമ്മിറ്റി എന്ന് വിളിക്കേണ്ടെന്ന ഈ സാധനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെ കൊണ്ടുവരുന്നു, ഡ്രഗ്സിന് അടിമയാക്കുന്നു, അതിനുശേഷം ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു. സ്വാഭാവികമായിട്ട് ഡ്രഗ്സിന് അടിമയായി കഴിഞ്ഞ ആൾക്കാർ വേറൊരു പരാതിയായിട്ട് മുമ്പോട്ട് പോകത്തില്ല. ഇത് അന്വേഷിക്കണ്ടേ? ഇത് സർക്കാർ അല്ലാണ്ട് വേറെ ആരാണ് വന്ന് അന്വേഷിക്കുക? പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ഇനി വരണോ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്? ഏറ്റവും ഒടുവിലായി ഈ WCCയിലെ തന്നെ ഒരംഗത്തിന്റെയും അവരുടെ ഭർത്താവിനെതിരെയുമാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഒരു ഗായിക ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു തരത്തിലുള്ള അന്വേഷണവും ഇതുവരെ നടന്നതായി കാണുന്നില്ല. ആ ചലച്ചിത്ര മേഖലയിലെ ആ നടി എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ചില തുറന്നു പറച്ചിലുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ മസാല കഥകളേക്കാൾ ഏറെ ഗുരുതരമാണ് ഇത്തരത്തിലുള്ള ലഹരി മാഫിയ സംഘങ്ങളുടെ ഇടപെടൽ. അവർക്ക് വലിയ തോതിലുള്ള പിൻബലമുണ്ട്, രാഷ്ട്രീയ പിൻബലമുണ്ട്. അതുകൊണ്ട് ഇവരെയൊന്നും തൊടാൻ സാധിക്കുന്നില്ല. കഞ്ചാവും മയക്കുമരുന്നും MDMA-യും രാസലഹരിയുമായി ഇവരിങ്ങനെ അഴിഞ്ഞാടുകയാണ് മലയാള സിനിമാ മേഖലയിൽ. രോഹിണി, അവര് കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമുക്ക് അവരെ അങ്ങ് നിഷ്കളങ്കയാക്കി വിടാൻ സാധിക്കില്ല. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ സിദ്ദിഖിന് ആ പ്രിവിലേജ് കൊടുക്കണമായിരുന്നു. അദ്ദേഹം കേസുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. മുകേഷിന് ആ പ്രിവിലേജ് കൊടുക്കണമായിരുന്നു. കാരണം മുകേഷ് കേസുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ പലരും തങ്ങൾക്കെതിരെ ആരോപണം വന്നതിനെതിരായിട്ട് കേസുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ റിമ കല്ലിങ്കൽ ഇപ്പോൾ ഒരു കൗണ്ടർ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ആ തരത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രിവിലേജ് നമുക്ക് ആ വിഷയത്തിൽ കൊടുക്കാൻ സാധിക്കില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മലയാള സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ പവർ ഗ്രൂപ്പ് ഇല്ലയോ എന്നുള്ളതാണ്.
സാക്ഷാൽ മോഹൻലാൽ അടക്കം മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു ഞാനൊരു പവർ ഗ്രൂപ്പിന്റെയും ഭാഗമല്ലാന്ന്. മമ്മൂക്ക അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്ത് പവർ ഗ്രൂപ്പിൽ പെടുന്ന ആളല്ല താനെന്നുള്ള നിലയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് അതിനകത്തൊക്കെ നോക്കാം, നമുക്ക് മറ്റൊരു തർക്കത്തിന് വെക്കാം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യം. പക്ഷേ മലയാള സിനിമയിൽ ഇത്രയും ദിവസമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ദിവസം മുതൽ നമ്മൾ ഇന്ന് ഈ ചർച്ച ചെയ്യുന്ന ദിവസം വരെയും മോഹൻലാലിനെതിരായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ച് വന്നിരിക്കുന്ന ഒരു വാർത്ത പോലും, അല്ലെങ്കിൽ ഇപ്പൊ മമ്മൂട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിക്കോട്ടെ, ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരാൾ മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേരിനെ സ്ട്രെസ് ചെയ്ത് പറയുന്നത്. കാരണം ഇപ്പോ ശ്രീമതി രാധിക ശരത് കുമാർ മലയാള സിനിമയിൽ നടന്നിരിക്കുന്ന വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയുടെ പേരിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അവരുമായി ആ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മോഹൻലാലിന്റെ പടം എടുത്ത് വെച്ചിട്ടാണ് ന്യൂസ് മിനിറ്റ് പോലുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരിക്കുന്നത്. അത് ന്യൂസ് മിനിറ്റ് പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഈ പറയുന്ന മനോരമയും മാതൃഭൂമിയും ഒക്കെ ഉൾപ്പെടെയുള്ള വളരെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു കാര്യവുമില്ലാതെ അദ്ദേഹവും യാതൊരു ബന്ധവുമില്ലാത്ത വാർത്തകളിൽ പോലും അദ്ദേഹത്തിന്റെ പടം എടുത്ത് വെച്ചിട്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത്. ഈ വാർത്തകളെല്ലാം ഇന്നും അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മോഹൻലാലിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മുഖ്യധാരാ നടീനടന്മാരെ സംബന്ധിച്ചോ വന്നിട്ടുള്ള എല്ലാ വാർത്തകളും നമുക്ക് ഇന്നും അത് പബ്ലിഷ് ചെയ്യപ്പെട്ട സ്പേസുകളിൽ തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വളരെ പ്രശസ്തയായ ഒരു തമിഴ് ഗായിക അസന്നിഗ്ധമായിട്ട് റിമ കല്ലിങ്കലിന്റെയും ആഷിക് കപൂറിന്റെയും പേര് പറയുകയും അവരുടെ താമസ സ്ഥലത്ത് ഈ പറയുന്ന നിശാ പാർട്ടികൾ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നുവെന്നും അവിടുന്ന് ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിക്കാൻ പോലും ഭയമാണെന്നും പറഞ്ഞത് അതിഗുരുതരമായ ഒരു വെളിപ്പെടുത്തലാണ്. അത് മാത്രവുമല്ല, അവിടെ കൊണ്ടുവരികയും സിനിമയിൽ ചാൻസ് ചോദിച്ചു വരുന്ന പല പെൺകുട്ടികളെയും ഈ പറയുന്ന സെക്ഷൽ ആയിട്ടുള്ള പല ഉപയോഗങ്ങളിലേക്കും ഇവർ തള്ളിവിടുന്നുണ്ട് എന്നും പറഞ്ഞു. ഏതെങ്കിലും ഒരാള് അയാൾക്കുണ്ടാകുന്ന വളരെ മോശമായിട്ടുള്ള ഒരു വികാരത്തിന്റെ പുറത്ത് പോയിട്ട് മോശമായിട്ടൊരു പെൺകുട്ടിയോട് പെരുമാറുന്നതിനേക്കാളും അതിഗുരുതരമായ വിഷയമാണ് ചാൻസ് ചോദിച്ചു വരുന്ന പെൺകുട്ടികളെ മുഴുവനും ഈ ഒരു തലത്തിലേക്ക് ഡ്രഗ്സ് കൊടുത്തതിന് ശേഷം ഈ ഒരു ആവശ്യത്തിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്നത്. ആ വാർത്ത അരമണിക്കൂറിന് മുകളില് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനി മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നാണ്. കാരണം മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ആ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് മുഖ്യധാര മാധ്യമങ്ങളെ പോലും ഭീഷണിപ്പെടുത്തുവാനും തങ്ങൾക്കെതിരെ നൽകുന്ന വാർത്തകളെ പിൻവലിപ്പിക്കുവാനും വേണ്ടിയിട്ട് ശേഷിയുള്ള ഒരു പവർ ഗ്രൂപ്പാണ്. കാരണം ആ പവർ ഗ്രൂപ്പിന്റെ പുറകിലുള്ളത് വെറും സിനിമാക്കാര് മാത്രമല്ല. കാരണം അതിന്റെ പുറകിൽ കൃത്യമായിട്ടൊരു ലോബി ഉണ്ട്. ആ ലോബി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡ്രഗ്സ് അതിവ്യാപകമായിട്ട് വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോബിയാണ്. രോഹിണി, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് സിനിമാ മേഖലയിൽ നടക്കുന്ന സെക്ഷൽ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷന്റെ മുഴുവൻ കാരണമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് സിനിമാ സെറ്റുകളിൽ നിർവ്യാജം ഒഴുകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിർലോഭം ഒഴുകിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നാണ്, ഡ്രഗ്സ് ആണ് എന്നാണ് പറയുന്നത്. 4.5 വർഷമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിലുണ്ട്. 4.5 വർഷമായിട്ട് ഈ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുണ്ട്. എന്ത് നടപടി എടുത്തു? കഴിഞ്ഞ 4.5 കൊല്ലത്തിനിടയിൽ ഏതൊക്കെ സിനിമാ സെറ്റുകളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടപടികൾ സ്വീകരിച്ചു? ആരൊക്കെയാണ് നിർലോഭമായിട്ടുള്ള ഈ പറയുന്ന ഡ്രഗ്സിന്റെ ഒഴുക്കിന് പിറകില് കാരണക്കാരായിട്ട് നിൽക്കുന്നത്? സിനിമാ സെറ്റുകളിലേക്ക് മാത്രമാണോ വരുന്നത്? നമ്മുടെ എറണാകുളം പോലുള്ള നഗരങ്ങളിലെ രാത്രികാലങ്ങളിൽ മുഴുവനും ഉയരുന്ന പുകച്ചുരുളുകൾക്ക് പിറകിലുണ്ടാകുന്ന റാക്കറ്റ് ആരാണ്? അവര് തന്നെയല്ലേ സിനിമാ സെറ്റുകളിലേക്കും ഇത് എത്തിക്കുന്നത്? ഇത് എവിടെ നിന്നാണ് വരുന്നത്? ആർക്ക് വേണ്ടിയാണ് വരുന്നത്? എവിടേക്കാണ് പോകുന്നത്? ഇതിന്റെ പുറകിൽ ഒഴുകുന്ന ശതകോടികൾ അല്ലെങ്കിൽ സഹസ്ര കോടികൾ എന്തൊക്കെയാണ്? ഇപ്പോൾ എറണാകുളത്തേക്ക് കൊച്ചി തുറമുഖത്തിന് അടുത്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം 25,000 കോടി രൂപയുടെ ഡ്രഗ്സ് കൊച്ചി പുറംകടലിൽ നിന്ന് പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? അന്വേഷിക്കണ്ടേ? സംസ്ഥാന സർക്കാർ അന്വേഷിച്ചോ? ശരിയാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പിറകിൽ ഒരുപാട് പേരുടെ പ്രൈവസി ഉണ്ട്, പല വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് പരിപൂർണമായിട്ട് അത് പുറത്തുവിടാൻ പറ്റില്ല. ചിലപ്പോൾ അതിന്റെ പുറത്ത് നടപടികളുടെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല പെൺകുട്ടികളുടെ ഉൾപ്പെടെ പ്രൈവസിയുടെ വിഷയമുണ്ട്. നമ്മൾ അതിനെയൊക്കെ മാനിക്കണം, വേണ്ട എന്നൊന്നും പറയുന്നില്ല, അത് അവിടെ ഇരുന്നോട്ടെ. പക്ഷെ ഈ പറയുന്ന കാര്യം അന്വേഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എന്തായിരുന്നു വിമുഖത, അല്ലെങ്കിൽ അവർക്ക് എന്തായിരുന്നു മടി? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി സർക്കാർ ഒന്നാമതായിട്ട് ഉത്തരം പറയേണ്ടത് ആരുടെയെങ്കിലും കഥകുമുട്ടലിന്റെ പിറകിലല്ല, ഈ പറയുന്ന കാര്യത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അന്വേഷണം നടത്തേണ്ടത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീ PV അൻവർ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലുണ്ടല്ലോ, എന്താണ് കേരള പോലീസ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്വർണ്ണക്കടത്തിന്റെ 60% പോലും പോകുന്നത് കേരള പോലീസിന്റെ ഉന്നതരിലേക്കാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന മയക്കുമരുന്ന് കടത്തിലും അവരിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. പറഞ്ഞത് വളരെ ശരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആഷിഖ് കപൂറിന്റെ നിലപാടുകളാവട്ടെ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാവട്ടെ, അദ്ദേഹത്തിന്റെ ചെയ്തികളാകട്ടെ സംഘപരിവാർ വിരുദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും സംഘപരിവാർ വിരുദ്ധമാണെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം ആഷിഖ് കപൂർ കരുണാ സംഗീത നിശ എന്ന് പറയുന്ന ഒരു സംഗീത നിശ നടത്തിയിട്ട് നമ്മുടെ പ്രളയത്തിനെ മുതലെടുത്തുകൊണ്ട് അതിന് കാശ് കൊടുക്കാനെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് BJP-കാരൊന്നും അല്ല. ശ്രീ ഹൈബി ഈഡൻ അതിനകത്ത് ഹൈബി ഈഡനും ഇദ്ദേഹവും തമ്മിൽ, സന്ദീപ് വാര്യരാണ് അത് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഹൈബി ഈഡനും ഇദ്ദേഹം തമ്മിൽ നടന്നിരുന്ന ഒരു വാഗ്വാദം ഞാൻ ഓർക്കുകയാണ്. തെളിവ് പുറത്തുവിടാൻ പറഞ്ഞു. അവസാനം ആഷിഖ് കപൂർ സ്വയം നാറുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണ് ഗ്രൗണ്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് പറയുന്ന ദുരന്തത്തിന് പൈസ കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ
ദുരിതാശ്വാസ നിധിയിലേക്ക് മറ്റേ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. ഒടുവിൽ അത് വിവാദമായതിനു ശേഷം മാത്രമാണ് ആ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുന്നത്. സിനിമാ മേഖലയ്ക്ക് അകത്ത് നിൽക്കുന്ന പലരും പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെയൊക്കെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിൽ ഉൾപ്പെടെ ഈ സംഗീത നിശ കഴിഞ്ഞതിന് ശേഷം ഇവർ പലരും ഈ കാശ് എടുത്തിട്ട് വിദേശത്ത് ടൂർ അടിക്കുന്ന പലരും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും സംഘപരിവാർ രാഷ്ട്രീയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ സുചിത്ര പറഞ്ഞിരിക്കുന്ന പോലുള്ള ഡ്രഗ്സ് പാർട്ടി നടത്തുക, അതിനകത്ത് വേറെ പല റിക്രൂട്ട്മെന്റുകളും നടത്തുക, പല പെൺകുട്ടികളെയും കൊണ്ടുവന്ന് മറ്റു പലതിലേക്ക് റിക്രൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഇതും സംഘപരിവാർ രാഷ്ട്രീയമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഫെഫ്കയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ഒരു എന്താ പറയാ, നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ ചാനലിൽ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഒരു പട്ടി ഷോ അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ അകത്ത് അദ്ദേഹത്തിന്റെ സിനിമയിൽ തന്നെ പ്രവർത്തിച്ചിരുന്നവർ ഒന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഒരു 10-40 ലക്ഷം രൂപ തരാനുണ്ട്, അത് തന്നിട്ട് താങ്കൾ ഈ വലിയ പ്രഹസനവും ഡയലോഗും ഒക്കെ അടിക്കുമെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ശ്രീ ഹസ്കർ, ഇതും ഒരിക്കലും സംഘപരിവാർ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകുന്നതല്ല. അപ്പോൾ ഫെഫ്കയിലെ മെമ്പർഷിപ്പ് പുതുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫെഫ്കയിലെ മെമ്പർഷിപ്പ് പുതുക്കാൻ അപേക്ഷ കൊടുക്കുക, അതിനുശേഷം പിന്നെന്താണ് ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞിട്ട് നന്മമരം കളിക്കുക. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ഇരട്ടത്താപ്പുകൾ ഇതൊന്നും തന്നെ സംഘപരിവാർ രാഷ്ട്രീയവുമായിട്ട് ചേർന്ന് പോകുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ അദ്ദേഹവുമായിട്ട് ഞങ്ങളുടെ പ്രശ്നം ഇപ്പൊ രാഷ്ട്രീയമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ മമ്മൂട്ടിയുടെ രാഷ്ട്രീയം സംഘപരിവാറുമായിട്ട് ചേർന്ന് പോകുന്നതാണോ? അല്ലല്ലോ. അതുപോലെ എത്രയെത്രയോ സിനിമാ നടന്മാരുണ്ട്, എത്രയെത്രയോ എഴുത്തുകാരുണ്ട്, എത്രയെത്രയോ കവികളുണ്ട്. ഇവർക്കൊക്കെ എതിരായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ആഷിഖ് കപൂർ ഉൾപ്പെടുന്ന ഗ്യാങ്, ഞാൻ അതിനകത്ത് റീമ കല്ലിങ്കിൽ ഒരു പരിധി വിട്ടപ്പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. കാരണം അവിടെ വേറെ ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ, അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ശ്രീ ആഷിഖ് കപൂർ ഉൾപ്പെടെ കാലങ്ങളായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ സിനിമകളിലൂടെ ഒളിച്ചു കടത്തൽ നടത്തുന്നു, ഒരു പേരിടുന്നതിനകത്ത് പോലും രാഷ്ട്രീയം ഉണ്ടാകുന്നു. ഇപ്പൊ ധ്രുവം സിനിമയിൽ എന്താണ്, നായകൻ ഹിന്ദുവും വില്ലൻ മുസ്ലിം പേരുമാകുമ്പോൾ അത് ഒളിച്ചു കടത്തലാകുന്നു എന്ന് പറഞ്ഞ് ഇടക്കാലത്ത് മേപ്പടിയാൻ സിനിമയിൽ വരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും പലതുമായിട്ട് ഇവർ കിടന്ന് കറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഷിഖ് കപൂർ എന്ന് പറയുന്ന സംവിധായകൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്നതിന് ശേഷം മാത്രമാണ് ഇത്രയധികം ഡ്രഗ് യൂസേജ് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുന്നതും മലയാള സിനിമ ഇത്രയധികം ആ മേഖലയിൽ അധംപതിക്കുന്നതിനുള്ള റീസൺ ആയിട്ട് മാറിയിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു കമ്മീഷനെ വെക്കട്ടെന്നേ, നമുക്ക് ബാക്കി എല്ലാ ഏജൻസികളെയും വിളിച്ച് വെളിയിലിറക്കാം. 2011 അല്ലെങ്കിൽ 2010 മുമ്പും 2010 ശേഷവും മലയാള സിനിമയിലെ ഡ്രഗ് യൂസേജ് കൂടിയോ കുറഞ്ഞോ? പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടുകൂടി തന്നെയാണ് പറയുന്നത്, പൂർണ്ണമായി ചലഞ്ച് ചെയ്ത് തന്നെയാണ് പറയുന്നത്. 2010 മുമ്പും 2010 ശേഷവും മലയാള സിനിമയിലെ ഡ്രഗ് യൂസേജ് കൂടിയോ കുറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ആരൊക്കെയാണ് ഇതിന്റെ പുറകിലേക്ക് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ അദ്ദേഹം ടൈലർ മണി, സേതുരാമയ്യർ സിബിഐയെ വിളിച്ചു വരുത്തിയതുപോലെ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റുമായിട്ട് വന്നിട്ടുണ്ട്. എന്താണ്? മലയാള സിനിമയിലെ ഡ്രഗ് യൂസേജ് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുമ്പോൾ അവസാനം ടൈലർ മണി കുടുങ്ങിയതിന്റെ അതേ അവസ്ഥ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. കാരണം അദ്ദേഹം നമുക്ക് സിനിമയ്ക്ക് പേരിടുന്നത്, അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ കമ്പനിക്ക് പേരിടുന്നത്, അവസാനം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമുഖരായ നിർമ്മാണ പാർട്ട്നേഴ്സ് വരെ അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോകേണ്ടെന്ന സാഹചര്യം ഉണ്ടായിരിക്കും. അവർക്ക് പോലും പേടിയായി തുടങ്ങി ഇത്തരം കാര്യങ്ങളിൽ തങ്ങൾ പെട്ടുപോകുന്നുള്ളതിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിൽ എതിർക്കാൻ വേണ്ടിയിട്ട് മറ്റു പലരുമുണ്ട്. പക്ഷേ അദ്ദേഹം നമ്മുടെ നാട്ടിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക വ്യവസ്ഥതയുണ്ട്, അതിനെ പരിപൂർണമായിട്ടും തകർക്കുവാനും നമ്മുടെ നാട്ടിലെ കുട്ടികളിലേക്ക് ഉൾപ്പെടെ ഇത്തരം തെറ്റായ സന്ദേശങ്ങൾ കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ യൂസ് ചെയ്യുന്നത്. അത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 4.5 വർഷമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ പറയുന്ന ഡ്രഗ് യൂസേജ് എന്ന് പറയുന്ന അതിഗുരുതരമായ ആരോപണത്തിന്റെ അല്ലെങ്കിൽ കണ്ടെത്തലിന്റെ മേഖലയിൽ ഈ സർക്കാർ അടയിരുന്നിരിക്കുന്നതിന്റെ പിറകില് വലിയ ഉദ്ദേശങ്ങളുണ്ട് നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കുന്നുണ്ട്. അതെ, ശ്രീ യുവരാജ് ഗോകുൽ, ഇത് തന്നെയാണോ ചിലരുടെ മാത്രം അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ഒരു മേഖലയായി സിനിമാ രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ്? നേരത്തെ അഞ്ജു തന്നെ സൂചിപ്പിച്ചതുപോലെ ചില സവർണ മേധാവിത്വങ്ങൾ എടുത്തു പറയുന്നു, അതിൽ പലരും പ്രോത്സാഹിതരായി തുടർന്നുള്ള സിനിമകളിലുമൊക്കെ അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അതിനുപരി ഇത്തരം മയക്കുമരുന്ന് ലോബിയും കൂടെ പിടിമുറുക്കുമ്പോൾ ഏത് തരത്തിലേക്കാണ് സിനിമാ രംഗം മാറുന്നത്? രോഹിണി, അതിന് ശ്രീ ഹസ്കറിനോട് അദ്ദേഹത്തോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന വളരെ മാന്യനായ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹം. ചില വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും, എങ്കിലും എനിക്ക് പറയാതെ പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ്. അങ്ങ് പറഞ്ഞ ഒരു കാര്യം അങ്ങേക്ക് തന്നെ അറിയാം, അങ്ങൊരു ന്യായീകരണമായിട്ട് മാത്രം പറഞ്ഞതാണ്. എന്താണ്? ഒരു വ്യക്തമായ പരാതി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ സിനിമാ മേഖലയിൽ നടക്കുന്ന ഈ പ്രവണതകൾ, ഈ മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള പ്രവണതകൾക്കെതിരായിട്ട് കൃത്യമായിട്ടൊരു നിലപാടെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. 2 വർഷങ്ങൾക്ക് മുമ്പ് നടൻ ശ്രീനാഥ് ഭാസിക്കെതിരായിട്ട് ഒരു ആരോപണമല്ല, ഒരു അവതാരകയ്ക്ക് നേരെ അദ്ദേഹം വളരെ മോശമായി പെരുമാറി എന്ന് പറയുന്ന സമയത്ത് പല നിർമ്മാതാക്കളും സിനിമാ മേഖലയിൽ ഈ പറയുന്ന വളരെ മോശമായ പ്രവണത ഉണ്ടാകുന്നുണ്ട് എന്ന് പരാതി പറയും. പേരെടുത്ത് തന്നെ പറയാം, ശ്രീ രജപുത്ര രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ വളരെ സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ട് സിനിമാ മേഖലയിൽ ഇത് നടക്കുന്നുണ്ട്. സിയാദ് കോക്കർ, അപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയം ഒന്നും ആയിരിക്കില്ലല്ലോ. സിയാദ് കോക്കർ ഒരു മുസ്ലിം നാമധാരി ആയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ട് സിനിമാ മേഖലയിൽ ഈ പറയുന്ന പല യുവ നടന്മാരും ഇത്തരത്തിലുള്ള ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നും സർക്കാരിന്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടു. അവരുടെ ഭാഗത്തുനിന്ന് സർക്കാർ എന്ത് ചെയ്തു?
ശ്രീനാഥ് ഭാസിക്കെതിരായിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്ത് നിന്ന് മുടിയും നഖങ്ങളും പോലുള്ള സാമ്പിൾസ് കളക്ട് ചെയ്തു. ഈ പറയുന്ന ഡ്രഗ്സ് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ കേസ് ഒതുക്കി തീർത്തു എന്ന് പറഞ്ഞതിന് ശേഷം അത് ഒന്ന് പരിശോധിക്കുകയോ അതിന്റെ റിസൾട്ട് എന്താണെന്ന് പൊതുജനങ്ങളുടെ അടുത്ത് വയ്ക്കുവാനോ അതിന്റെ തുടർന്ന് നടപടി സ്വീകരിക്കുവാനോ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല. നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 4.5 വർഷമായിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അവിടെ ഇരിപ്പുണ്ട്. 2020 മുതൽ അവിടെ ഇരിപ്പുണ്ട്. ഈ പറയുന്ന സംഭവം നടക്കുന്ന 2022 അതായത് സിനിമാ മേഖലയിൽ ഡ്രഗ്സ് നിർലോഭം ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന റിപ്പോർട്ട് അവിടെ ഇരിക്കുമ്പോൾ 2022 കൃത്യമായിട്ടും ഐഡന്റിറ്റിയോടുകൂടി ഫേസോടുകൂടി എം രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾ വന്നിട്ട് ഇത് പറയുമ്പോൾ അതിന് കൃത്യമായിട്ട് ഒരാളെ കൈ കിട്ടുമ്പോൾ അതിന്റെ പുറകിലേക്ക് പോകാനോ അന്വേഷണം നടത്തുവാനോ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറായിട്ടില്ല. ഇപ്പോ സുചിത്ര ഉന്നയിച്ചിരിക്കുന്ന ആരോപണം പോലും ഇപ്പൊ റിമ കല്ലിങ്കലിനെതിരെ അല്ല. റിമ കല്ലിങ്കൽ ഇവിടെ വിക്ടിം ആവുന്നു എന്നാണ്. നമ്മൾ അത് ശ്രദ്ധിക്കണം. റിമ കല്ലിങ്കലോടെ വിക്ടിം ആയിരിക്കുകയാണ്. ആ കുട്ടിയുടെ കരിയർ ഈ പറയുന്ന പല വിഷയങ്ങൾ കാരണം നശിച്ചുപോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് ഒന്നും തന്നെ പോകുന്നില്ല. ഇപ്പൊ ആരെങ്കിലും വാതിലിൽ മുട്ടിയോ ആരെങ്കിലും അവിടെ വന്നു നിന്നോ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് അടിച്ചോ എന്നൊക്കെ ഉള്ളത് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഇത്രയും കൂലങ്കുഷമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ കേന്ദ്രീകരിച്ചിട്ട് ലഹരി പാർട്ടികൾ ഡ്രഗ്സ് പാർട്ടി നടത്തുകയും അവിടെ ഇപ്പൊ ഇന്ന് എന്നോട് ഒരു പ്രമുഖ സംവിധായകനോട് ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോൾ ഒരു സിഗരറ്റ് പോലും വലിക്കാൻ തയ്യാറാകാതിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ സിഗരറ്റ് പോലും വലിക്കാതിരുന്ന ആൾക്കാർ ഇന്ന് കാണുമ്പോൾ കാണുന്നത് അവർ ഈ പറയുന്ന സാധനം മയക്കുമരുന്ന് അല്ലെങ്കിൽ ഡ്രഗ്സ് ഈ പറയുന്ന കഞ്ചാവ് പുകച്ച് തള്ളുന്നതാണ്. അതിന്റെ കാരണമായിട്ട് അദ്ദേഹം വളരെ പ്രമുഖനായ ഒരു സംവിധായകനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറയുന്ന ഈ സാധനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സമയത്ത് ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ തങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം അവിടെ ബോധപൂർവ്വം ക്രിയേറ്റ് ആവുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിന്റെ ഇപ്പൊ ഈ പറയുന്ന പെൺകുട്ടികൾ പലരും ഇപ്പൊ മുഖ്യധാര നടിമാരും തന്നെ വേറെ പരാതികളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞിരിക്കുന്നത് മറ്റു ചില ആൾക്കാരാണ്. ഇപ്പൊ ഈ പറയുന്ന എന്താണ് അസിസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മീൻസ് എനിക്ക് എക്സാക്ട് ആയിട്ടുള്ള വാക്കുകൾ കിട്ടുന്നില്ല. മുഖ്യധാര നടികളല്ല, ചെറിയ നടികളാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ ആരോപണം ഒരിക്കലും ആരോപണം അല്ലാതെ ആകുന്നുമില്ല, അവരുടെ പരാതികൾ പരാതിയാകാതിരിക്കുന്നുമില്ല. പക്ഷേ ഈ പറയുന്ന ഡ്രഗ് പാർട്ടികളിൽ പെടുകയും ഇങ്ങനെ കരിയർ വേറൊരു അവസ്ഥയിലായി പോവുകയും ചെയ്ത ഒരു പെൺകുട്ടിയും വന്ന് പരാതി പറയില്ലെന്നേ, ഒരു ആരോപണം ഉന്നയിക്കില്ലെന്നേ. വേറൊന്നും കൊണ്ടല്ല, ഇത്തരം ആരോപണങ്ങളിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഓൾറെഡി ഇതിന് അഡിക്റ്റഡ് ആണ്. അവരിൽ പലരും ഇതിന് അഡിക്റ്റഡ് ആയി കഴിഞ്ഞു. ഇത് വളരെ ബുദ്ധിപരമായ ഒരു കാര്യമാണ് ഈ പറയുന്ന CC അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഒരു കൊക്കൈൻ കമ്മിറ്റി, ഈ വേൾഡ് കൊക്കൈൻ കമ്മിറ്റി എന്ന് വിളിക്കേണ്ടെന്ന് ഈ സാധനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളെ കൊണ്ടുവരുന്നു, ഡ്രഗ്സിന് അടിമയാക്കുന്നു, അതിനുശേഷം ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു. സ്വാഭാവികമായിട്ട് ഡ്രഗ്സിന് അടിമയായി കഴിഞ്ഞ ആൾക്കാർ വേറൊരു പരാതിയായിട്ട് മുമ്പോട്ട് പോകത്തില്ല. ഇത് അന്വേഷിക്കണ്ടേ? ഇത് സർക്കാർ അല്ലാണ്ട് വേറെ ആരാണ് വന്ന് അന്വേഷിക്കുക? പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ഇനി വരണോ ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്? സർക്കാർ തന്നെ നിയമിച്ച കമ്മിറ്റിയല്ലേ ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അകത്തുള്ള ഈ പറയുന്ന ഇപ്പോ ഈ അങ്ങ് തന്നെ പറയുന്ന പോലെ തന്നെ സിനിമയുടെ കാലഘട്ടങ്ങളിൽ 70കളിൽ ഈ പറയുന്ന ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു എന്ന് പറയുന്ന നോവൽ മുതൽ ഇങ്ങറ്റം വരെയുമല്ല, അതിന് മുമ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ നാടകവേദികളിലും സിനിമാ വേദികളിലും ഒക്കെ ഈ പറയുന്ന നടിമാർക്കെതിരായിട്ട് മോശം പെരുമാറ്റം ചെയ്യുന്ന ആൾക്കാർ അന്ന് മുതൽ ഇന്ന് വരെയും ഉണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മലയാള സിനിമയിൽ മാത്രം നടക്കുന്ന സംഭവമല്ല. തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഹോളിവുഡിലും വരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. മീറ്റു ആരോപണം പോലും ഹോളിവുഡിൽ തുടങ്ങി വന്നതാണ്, അല്ലാതെ നമ്മുടെ മലയാളത്തിൽ തുടങ്ങി വന്നതല്ല. ഇതെല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഇൻഡസ്ട്രി മുഴുവനായിട്ടും ഡ്രഗ് മാഫിയയ്ക്ക് അടിപ്പെട്ടിട്ട് ആ തലത്തിലേക്ക് ഈ സാധനം നടക്കുന്ന ഒരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത് അന്വേഷിക്കാൻ പുറത്തുനിന്ന് ആരും വരില്ല സാർ. നമ്മൾ തന്നെ അന്വേഷിച്ചാലേ പറ്റുള്ളൂ. കാരണം ഇത് സിനിമാ മേഖലയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇത് സിനിമാ മേഖലയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് പേരൂർക്കടയിൽ ഒരു പോലീസുകാരന്റെ മകള് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. 8ലോ 9ലോ പഠിക്കുന്ന ആ കുട്ടി 2 തവണ അബോർഷന് വിധേയമായിട്ടുണ്ട്. ആ കുട്ടി മാരകമായ ഡ്രഗ്സിന് അടിമയായിരുന്നു. ഹൈസ്കൂളും UP മുതലുള്ള കുട്ടികൾ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിനെ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള അരാജകവാദ രാഷ്ട്രീയം ഇവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഇത് തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ഇതിനകത്ത് ഇത് സംഘപരിവാർ രാഷ്ട്രീയമോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമോ ഒന്നും അല്ല. അങ്ങയുടെ കുടുംബത്തിൽ ഒരു കുട്ടി ആ രീതിയിലായി കഴിയുന്നത് അങ്ങക്ക് ഇഷ്ടമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അങ്ങയുടെ രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയമായതുകൊണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയങ്ങളെ മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന ആൾക്കാരുണ്ട് സാർ. നമ്മളത് മനസ്സിലാക്കണം.